ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് എനർജി ലെവലാണ്. ആ ഒരു വ്യക്തി നിങ്ങളെ എത്രത്തോളം സ്നേഹിക്കുന്നു, അയാൾ നിങ്ങളെ എത്രത്തോളം ആഗ്രഹിക്കുന്നു എന്നൊക്കെയാണ്. അപ്പോൾ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ഒരു ടൈംലെസ് റീഡിങ്ങും ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇതെല്ലാവരുടെയും എനർജി ആയിട്ട് മാച്ച് ആവണമെന്നില്ല. ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് ഇത് ഏത് ടൈമാണോ കാണുന്നത് അപ്പോൾ മുതലാണ് ഇത് വാലിഡ് ആവുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. എല്ലാവരും മൈൻഡൊക്കെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക, സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കുക. നമ്മുടെ ബോഡിയും മസിൽസൊക്കെ വളരെ റിലാക്സ്ഡ് ആയിട്ട് ഫ്രീ ആയിട്ടിരിക്കുക. നമുക്ക് റീഡിംഗ് നോക്കാം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി എന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആ ഒരു പേഴ്സണ് ഓൾറെഡി ഇനി പാസ്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്കൊരു നേരത്തെ ഒരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാകും. പക്ഷേ അതിൽ നിന്ന് നിങ്ങൾ വളരെയധികം റിലേഷൻഷിപ്പ് മാത്രമാവണമെന്നില്ല, പാസ്റ്റിലുണ്ടായിട്ടുള്ള നിങ്ങളെ വിഷമിപ്പിക്കുന്ന ഏത് കാര്യം, അപ്പോൾ അതിൽ നിങ്ങൾ വളരെയധികം ഹേർട്ടായി, നിങ്ങൾ വളരെ മാനസികവും ഒക്കെ ആയിട്ട് തകർന്ന് ഇമോഷണലി ഒരുപാട് പ്രോബ്ലംസും നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിന് വരെ ഒരുപാട് പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളെ കണ്ടുമുട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടെ ആ ഒരു കമ്പൈൻഡ് ആകുമ്പോൾ ആ ഒരു എനർജി എന്ന് വെച്ചാൽ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു എനർജി ആയിരുന്നു. അപ്പോൾ ആ ഒരു പേഴ്സൺ, അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ അകത്ത് ആദ്യം ആരായിരുന്നു ഇമോഷണലി ഡാമേജ് ആയിട്ടിരുന്ന ആ ഒരു പേഴ്സണ് ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ നിങ്ങളുടെ എനർജി അയാൾക്ക് വളരെയധികം സപ്പോർട്ടിങ്ങും അല്ലെങ്കിൽ നിങ്ങൾക്കും അതേപോലെ ഒരു സപ്പോർട്ടിങ്ങും ഒക്കെയായിരുന്നു എല്ലാ തരത്തിലും. അപ്പോൾ ശരിക്കും ജീവിതം തന്നെ കൈവിട്ട് പോകുക, അങ്ങനെ വെച്ചാൽ എല്ലാവരും ഒറ്റപ്പെട്ടും അങ്ങനത്തേക്കൊരു അവസ്ഥയിൽ, അതായത് അല്ലെങ്കിൽ എന്തെങ്കിലും ലൈഫിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ട്രാജഡി ഉണ്ടായിരിക്കാം. അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരു എക്സാംസ് ആണെങ്കിൽ അതിനൊക്കെ ചിലപ്പോൾ വളരെ ആഗ്രഹിച്ചിരുന്ന എന്തെങ്കിലും ഒരു എക്സാം അതുപോലുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്തിട്ട് ചിലപ്പോൾ അത് അയാളുടെ ലൈഫിൽ അതായിരുന്നു ഏറ്റവും വലിയ എയിം. അപ്പോൾ അത് എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമോ അല്ലെങ്കിൽ അതിൽ ഫെയിൽ ആവുക, അപ്പോൾ അങ്ങനെയൊക്കെ ചില ആൾക്കാർക്ക് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അതേപോലത്തെയും ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തേക്ക് ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ ഈ ഒരു പേഴ്സണെ കണ്ടുമുട്ടുന്നതും അല്ലെങ്കിൽ നിങ്ങൾക്കായിരിക്കും ചിലപ്പോൾ ആ ഒരു ഇതുണ്ടാവുക. അപ്പോൾ എന്തായാലും അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സപ്പോർട്ടിങ് ആയിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഒരു പ്രസൻസ് ഒരുപാട് ആ ഒരു വ്യക്തിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. നമുക്ക് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ മേ ബി അയാൾക്കാണ് കൂടുതലും പ്രോബ്ലംസ് ഉണ്ടായിട്ടുള്ളത് ആ ഒരു പേഴ്സണ്. അപ്പോൾ ആ ഒരു പേഴ്സണ് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് നിങ്ങളുടെ ആ ഒരു എനർജി എന്ന് പറയുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നൊരു ടൈമിൽ നിങ്ങളുമായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനും നിങ്ങളോട് സംസാരിക്കാനും ഒക്കെയാണ് ആ ഒരു പേഴ്സൺ ആഗ്രഹിച്ചിരുന്നത്. ബിക്കോസ് നിങ്ങളെ ആ ഒരു വ്യക്തി ഒരുപാടും ട്രസ്റ്റ് ചെയ്തു, ഒരുപാട് വിഷമങ്ങളൊക്കെ നിങ്ങളുടെ അടുത്തോട്ട് വന്നപ്പോൾ പോയി നിങ്ങളോട് സംസാരിച്ചിരിക്കുമ്പോൾ അയാളുടെ പാസ്റ്റിലുണ്ടായിരുന്ന കാര്യങ്ങളും അതൊക്കെ അയാൾക്ക് നിങ്ങളൊരു മെഡിസിൻ എന്ന രീതിയിലായിരുന്നു. നിങ്ങളിലോട്ട് ഭയങ്കര അഡിക്റ്റഡ് ആയിട്ടാണ് ആ ഒരു പേഴ്സൺ വന്നുകൊണ്ടിരുന്നത്. അത്രയ്ക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു അയാളുടെ ലൈഫിൽ നിങ്ങൾ ചെന്നതിൽ. ആദ്യമൊക്കെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യും, നിങ്ങളായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നിങ്ങൾ ഓർത്തിരുന്നു ഈ ഒരു പേഴ്സൺ അതിൽ നിന്നൊക്കെ വിട്ടു പോയിട്ടുണ്ടെന്ന്, പാസ്റ്റ് റിലേഷൻഷിപ്പ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ചെല്ലുന്നോറും ഈ ഒരു സോണിന് എപ്പോഴും ഇല്ലെങ്കിലും ചില സമയങ്ങളിൽ അയാൾ മൂഡ് ഓഫ് ആവാറുണ്ട്. ഈ ഒരു പാസ്റ്റിൽ ആ ഒരു റിലേഷനോ അല്ലെങ്കിൽ ആ ഒരു കാര്യം ഇയാൾ എപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളെ വെച്ചാൽ നിങ്ങളുടെ ആ ഒരു പ്രസൻസ് അയാൾക്ക് ഒരുപാട് സന്തോഷം നൽകുന്നുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ ആദ്യമൊക്കെ നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ല, നിങ്ങൾ അയാളെ സപ്പോർട്ടും ഒക്കെ ചെയ്യും. പിന്നെ അയാൾ കുറേ നാൾ കഴിഞ്ഞപ്പോൾ അത് നിങ്ങൾക്ക് തന്നെ ആ ഒരു എനർജി ഭയങ്കര വല്ലാത്തൊരു നിങ്ങൾക്കൊരു വിഷമവും, അതായത് ഇത്രയും നടന്നിട്ടും ആ പാസ്റ്റിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഇത്രയും ഇയാളെ ഉപദേശിച്ചിട്ടോ അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്തിട്ടൊന്നും അതിന് അത്രയും വലിയ ഇന്നിപ്പോൾ ഓക്കെ ആണെങ്കിൽ നാളെ പെട്ടെന്ന് ഡൗൺ ആവും. അപ്പോൾ അത് നിങ്ങളുടെ ഇടയിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടായിട്ടൊക്കെയുണ്ട്. പക്ഷേ ബാക്കിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ എന്തോ ഒരു മനസ്സിൽ വളരെയധികം, അത് റിലേഷൻഷിപ്പ് തന്നെ ആവണമെന്നില്ല, അയാളുടെ ലൈഫിൽ പണ്ട് നടന്നിട്ടുള്ള അയാൾ ഡിസ്റ്റർബ് ചെയ്തിട്ടുള്ള അയാൾക്ക്
നിങ്ങൾക്ക് മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുള്ള ആ ഒരു എനർജീനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അത് ഇയാളിൽ അതിൽ നിന്നൊട്ട് ഹീലായിട്ടില്ല. അപ്പോൾ എന്ത് റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ എന്ത് ജോലിയോ എന്ത് കാര്യം ചെയ്യുമ്പോഴോ അത് എപ്പോഴും ഇയാളുടെ മൈൻഡിലുണ്ട്. അപ്പോൾ അതുള്ളത് കൊണ്ട് ഇയാൾ പെട്ടെന്ന് ഡൗൺ ആവുന്നു. അപ്പോൾ അത് നിങ്ങൾക്കും ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ തന്നെ കുറച്ച് പ്രോബ്ലംസൊക്കെ ഇതുവഴി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വളരെയധികം വിഷമവും സങ്കടവും ഒക്കെ തോന്നിയിട്ടുണ്ട്. ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ഇഷ്ടമില്ല, ഇതെന്താണ് ഇങ്ങനെ കാണിക്കുന്നത് എന്നൊക്കെ ഓർത്ത് നിങ്ങൾ വളരെയധികം മനസ്സുകൊണ്ട് വളരെയധികം വേദനിച്ചിട്ടുണ്ട്. പക്ഷേ ഗ്രാജ്വലി ആ ഒരു ഫീലിങ്സും അങ്ങനത്തെ ഒരു ഇമോഷൻസും ഒക്കെ കുറേ പിന്നെയും നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ ആയിട്ട് ആ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ ആ ഒരു കാര്യങ്ങളൊക്കെ ഹീൽ ചെയ്ത് ഇപ്പോൾ കുറേയൊക്കെ ആ ഒരു പേഴ്സൺ ഓക്കെ ആണ്. ഫസ്റ്റ് ടൈം ഉണ്ടായിരുന്ന അതേപോലത്തെ ഒരു ഇതൊന്നുമല്ല. ഒരുപാട് നിങ്ങൾ ആ ഒരു വ്യക്തിനെ ഹീൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു വ്യക്തിക്ക് അതിൻ്റെ ചേഞ്ചസ് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ആ ഒരു എനർജി അങ്ങനെയാണ്. അപ്പോൾ അയാളുടെ പാസ്റ്റിലുണ്ടായിരുന്ന ആ ഒരു ഇമോഷനിൽ നിന്ന് ഒരുപാട് ഹീൽ ചെയ്തു. അപ്പോൾ അതിൽ നിങ്ങൾ ഒരുപാട് അദ്ദേഹത്തിനെ സഹായിച്ചു എന്നൊക്കെ അയാൾക്കുള്ളിൽ നല്ലപോലെ ഒരു ഇതുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ആ ഒരു പേഴ്സണ് നിങ്ങളോട് വളരെയധികം സ്നേഹമുണ്ട്. നിങ്ങളായിട്ട് അയാളുടെ ലൈഫ് സ്പെൻഡ് ചെയ്യാനും നിങ്ങളോട് കൂടുതൽ സംസാരിക്കാനും നിങ്ങളുടെ അടുത്ത് കൂടുതൽ സമയം വന്ന് നിൽക്കാനൊക്കെ ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു പേഴ്സൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ കൂടെ തന്നെ ജീവിതകാലം മുഴുവൻ സ്പെൻഡ് ചെയ്യണമെന്നാണ്. ബിക്കോസ് അയാൾക്കറിയാം ഇനി എന്ത് പ്രോബ്ലം അയാളുടെ ലൈഫിലുണ്ടായാലും നിങ്ങൾ അയാളെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ആ ഒരു ഇതിൽ നിന്നൊക്കെ നിങ്ങൾ അയാളെ ഹെൽപ്പ് ചെയ്യുമെന്നൊക്കെ അയാൾക്കുള്ളിലൊരു വിചാരമുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ നിങ്ങൾ അത്ര ഒരു പവർഫുൾ എനർജിയും കൂടെ ആയതുകൊണ്ട് ആ ഒരു പേഴ്സണ് നിങ്ങളെ വളരെയധികം ഇഷ്ടമാണ്. ഇപ്പോൾ ആ ഒരു പേഴ്സൺ പണ്ടത്തെ ആ ഒരു വ്യക്തിയിൽ നിന്ന് ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പേഴ്സൺ എന്ന് വെച്ചാൽ വളരെ നിഷ്കളങ്കതയായിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അയാൾക്ക് ഇങ്ങനെ മറ്റുള്ളവരെ വളരെയധികം ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കാനോ ഒന്നും കഴിയാത്തൊരു പേഴ്സണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വ്യക്തിക്ക് പണ്ടുണ്ടായ ആ ഒരു പ്രോബ്ലം ഇത്രത്തോളം ഹേർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നും നിങ്ങളപ്പോൾ അതുകൊണ്ട് അയാൾക്ക് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ തരത്തിലും കെയറും സപ്പോർട്ടും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങളെ ആ ഒരു വ്യക്തി വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. ആ ഒരു പേഴ്സണ് നിങ്ങളുടെ ആ ഒരു വാല്യൂവും കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിലും എന്തൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവും. നിങ്ങളുമായിട്ടുള്ളൊരു റിലേഷൻ ആ ഒരു പേഴ്സൺ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തീർച്ചയായും പറയാൻ പറ്റും ഈ ഒരു വ്യക്തിനെ അന്ന് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നത് ചിലപ്പോൾ ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കാം, അതല്ലെങ്കിൽ അഫെയർ തന്നെ ആവണമെന്നില്ല, ജോബായിരിക്കാം, ചൈൽഡ്ഹുഡ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ട്രോമാസ് ആയിരിക്കാം. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇപ്പോൾ ആ ഒരു പേഴ്സൺ ഒരുപാട് ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പിലാണ് നിന്നിരുന്നെങ്കിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 9, 10, 11 സ്റ്റെപ്പ് മുകളിലോട്ട് വരെ വന്നിട്ട് അയാൾ അത്രത്തോളം ഹീൽ ചെയ്തിട്ടുണ്ട്. അയാൾ വിഷമിച്ചത് എത്രത്തോളം അയാൾ വിഷമിച്ചിട്ടുണ്ട് അതിനപ്പുറം അയാൾ അതിന് ഹീൽ ചെയ്ത് ഓവർകം ചെയ്ത് അയാൾ വന്നിട്ടുണ്ട്. ഇനി അയാളെ ഈ ഒരു പാസ്റ്റ് കാര്യങ്ങളൊന്നും ഹേർട്ട് ചെയ്യത്തില്ല. അത് നിങ്ങളുള്ളത് കൊണ്ടാണ് അയാൾക്ക് ഇത്രയും സിമ്പിളായിട്ട് ആ ഒരു ട്രോമയിൽ നിന്ന് വെളിയിൽ വരാൻ പറ്റിയെന്ന് അയാൾക്ക് നല്ലതുപോലെ അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അയാളുടെ ജീവിതത്തിൻ്റെ ഒപ്പം കൂട്ടാൻ അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. അയാൾക്ക് നിങ്ങളെന്ന് വെച്ചാൽ എന്താ പറയുക 24/7 അയാൾക്ക് നിങ്ങളുടെ ചിന്തകൾ മാത്രമാണ്. നിങ്ങളോട്, അതായത് നിങ്ങളെ മറ്റൊരു തരത്തിൽ ഹേർട്ട് ചെയ്യാനോ ഉപദ്രവിക്കാനോ ഒന്നും അയാൾ ആഗ്രഹിക്കുന്നില്ല. എപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ രീതിയിലുള്ളൊരു റിലേഷൻ തന്നെയാണ് അയാളുടെ ഉള്ളിലുള്ളത്. നിങ്ങൾക്ക് എത്രത്തോളമാണ് ആ പേഴ്സൺ ഇഷ്ടമുള്ളത് അതിലൊക്കെ എബവ് ആണ് ആ ഒരു പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് പറയാം, ഈ ഒരു വ്യക്തി ചീറ്റ് ചെയ്യാനാണോ നിങ്ങളുടെ കൂടെ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് തന്നെ പറയാം. കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് എന്താ പറയുക, വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നിങ്ങളോടുള്ള ഇമോഷൻ. അയാൾക്കായിട്ട് ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ കൂടെ വേണമെന്നുണ്ട്. ചിലപ്പോൾ ചിലർക്ക് സംശയം ഉണ്ടായിരിക്കും ഈ ഒരു വ്യക്തിക്ക് എന്നോട് ശരിക്കും സ്നേഹമുണ്ടോ എന്നൊക്കെ. പക്ഷേ നിങ്ങളങ്ങനെ സംശയിക്കേണ്ട യാതൊരുവിധ കാര്യമില്ല. ഈ ഒരു പേഴ്സണ് നിങ്ങൾ വിചാരിക്കുന്നതിനൊക്കെ അപ്പുറം ഈ ഒരു വ്യക്തിക്ക് സ്നേഹം, അതുപോലെ തന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പേഴ്സൺ കൂടെയാണ് ഈ ഒരു വ്യക്തി. അയാളുടെ ജീവിതത്തിൽ അയാൾ ഒരുപാട് സാഹചര്യങ്ങളിലൊക്കെ കൂടെ കടന്നു പോയിട്ടുള്ളത് തന്നെ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടൊക്കെ ഉള്ളൊരു പേഴ്സണാണ്. അപ്പോൾ അയാൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ ഏതൊരു തരത്തിൽ, അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കൊണ്ടുചെല്ലാൻ വേണ്ടി എന്തും ആ ഒരു വ്യക്തി ചെയ്യുന്നതാണ്. ബിക്കോസ് അയാൾക്ക് നിങ്ങളോട് അത്രത്തോളം നല്ല ഡീപ്പ് ലെവലിൽ നല്ലൊരു ഇമോഷൻ ഫീൽ ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇത്രയും നാളും അയാളുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്നതും കണ്ടതും അതിൽ നിന്ന്, അതായത് ആ ഒരു കൂടിൻ്റെ അകത്ത് അയാളുടെ ഇമോഷനെ ഒരു കൂടിൻ്റെ അകത്ത് അയാൾ നിർത്തി, അവിടെ നിന്നും അയാൾ റിലീസായി, അയാളിപ്പോൾ ഒരു വളരെ ഫ്രീ ആയിട്ട് ഇപ്പോൾ ആ ഒരു ഇമോഷനിൽ നിന്നും അയാൾ ഫ്രീ ആയി നെക്സ്റ്റ്, അതായത് ഒരു പുതിയൊരു മനുഷ്യനായി തിരിച്ചു വന്നിരിക്കുകയാണ്. അയാൾക്ക് പണ്ട് ചിലപ്പോൾ പേടിയായിരിക്കാം, ചിലപ്പോൾ ഓരോ ട്രോമാസിനെ ബേസ് ചെയ്താണ് ഓരോരുത്തരുടെ ക്യാരക്ടർ ഫോം ചെയ്തത്. അപ്പോൾ ചൈൽഡ്ഹുഡ് ട്രോമയാണെങ്കിൽ ചിലപ്പോൾ അതിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പേടി, അല്ല റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഇനി പുതിയ റിലേഷനിലോട്ട് പോകാൻ പേടി, അങ്ങനെ ഡിപ്പെൻസ് ഓൺ ഓരോരുത്തരുടെ ട്രോമേനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അയാൾക്ക് അത്രയും വിഷമം ഉണ്ടെങ്കിൽ അത്രയും പ്രോബ്ലംസ് അയാളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അയാളുടെ ഇത്രയും നാളത്തെ, അതായത് നിങ്ങൾ കണ്ടുമുട്ടുന്നതിന് മുന്നേ അയാൾ അത്രത്തോളം പ്രോബ്ലംസിൽ കൂടെയൊക്കെയാണ്, അതായത് ഈ ഇമോഷണൽ കൂടെയൊക്കെയാണ് അയാൾ വന്നത്. അപ്പോൾ അതിൽ നിന്നും നിങ്ങൾ ആ ഒരു പേഴ്സൻ്റെ ലൈഫിൽ വന്നപ്പോൾ നിങ്ങൾ വേറൊരു പേഴ്സൺ ആക്കി മാറ്റി. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പേഴ്സൻ്റെ ഒരു ന്യൂ വേർഷനാണ്. അപ്പോൾ അത് അയാൾക്ക് തന്നെ നല്ലതുപോലെ അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സണ് നിങ്ങളോട് വളരെയധികം സ്നേഹവും നിങ്ങളുമായിട്ടുള്ളൊരു ഫാമിലിയും കിഡ്സും ഒക്കെ ആയിട്ടുള്ളൊരു ജീവിതം ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ചോദിക്കേണ്ട ആ ഒരു വ്യക്തിക്ക് എത്രത്തോളം നിങ്ങളോട് സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിലും ഇരട്ടിയുണ്ട് ആ ഒരു പേഴ്സണ് നിങ്ങളോട് ഉള്ള സ്നേഹം. അപ്പോൾ ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടൊരു ലൈഫും നിങ്ങളുമായിട്ട് ഒരു ജീവിതമൊക്കെ ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇവിടെ തീർന്നിരിക്കുന്നു. Thank you, my soul family.